പയ്യന്നൂർ പഞ്ചായത്തായിരുന്ന കാലത്ത് 16 വർഷം തുടർച്ചയായി പ്രസിഡന്റും മുൻ എംഎൽഎയുമായിരുന്ന അന്തരിച്ച സുബ്രഹ്മണ്യ ഷേണായുടെ മകൾ എസ് ജ്യോതി പയ്യന്നൂർ നഗരസഭയായപ്പോൾ 2 തവണ നഗരസഭാ ചെയർപേഴ്സണായി പ്രവർത്തിച്ചു. അക്കാലഘട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നെറ്റ്വർക്ക് ന്യൂസുമായി പങ്കുവച്ച് എസ് ജ്യോതി. 2 പ്രാവശ്യങ്ങളിലായി 10 വർഷങ്ങളിൽ ആദ്യ ചെയർപേഴ്സണായിരുന്ന എസ് ജ്യോതിയാണെന്ന് നമ്മുടെ കൂടെ ഉള്ളത്. നമസ്കാരം ജ്യോതിയേച്ചി. അപ്പോൾ നമ്മുടെ പയ്യന്നൂരിലെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സണായിരുന്നു ജ്യോതിയേച്ചി, അതും 2 പ്രാവശ്യം. അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ ഇങ്ങനെ അടുത്ത് വരികയാണ്, ആ ഒരു സമയത്ത് എന്താണ് ആ ഒരു സ്മരണകൾ? ഞാൻ 1990 ജില്ലാ കൗൺസിൽ മെമ്പറായി മത്സരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട്. അന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്ന് 33% വനിതകൾ ആദ്യമായി മത്സരരംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ട്. അപ്പം അതിനു മുമ്പ് പഞ്ചായത്തുകളിലെല്ലാം നമുക്കൊരു പുതിയ അനുഭവമാണ്. അതായത് ജില്ലാ കൗൺസിൽ എന്ന് പറഞ്ഞാൽ ഒരു ജില്ലയുടെ ഒരു ഗവൺമെൻറ് എന്ന രീതിയിൽ ഒരുപാട് അധികാരങ്ങളോട് കൂടിയിട്ടായിരുന്നു അത് രൂപീകരിച്ചിരുന്നത്. അപ്പോൾ അതിൽ 33% സ്ത്രീകളെ പ്രതിനിധികളാക്കുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമായി സമൂഹം കണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നത്. അപ്പോൾ അതിന് ശേഷം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ്, നഗരപാലിക അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഭാഗമായി പഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും 50% സ്ത്രീകൾക്ക് റിസർവേഷൻ എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് മാറ്റം വന്നു. കാരണം സ്ത്രീകൾ തയ്യാറാവാൻ എന്നാലും കുറച്ച് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഈ ചെയ്യാനുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ആദ്യകാലത്ത് ഒരുപാട് പരിശീലനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ ആവശ്യമായ രീതിയിലുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാക്കണം. ആ പ്രൊജക്റ്റുകൾ അത് ജീവിത നിലവാരം എന്ന് പറയുമ്പോൾ മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും തൊടണം നമ്മൾ. അതാണ് വികസനം. ആ ബോധ്യം ജനങ്ങളിലും ജനപ്രതിനിധികളിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അന്ന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. ഗവൺമെൻറ് ഇപ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു വികസിത രാഷ്ട്രങ്ങൾ ചെയ്യുന്നതിൽ കൂടുതലുള്ളൊരു ഗവൺമെൻറ് ഈ 10 വർഷം കൊണ്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയാൽ കാണും. അതുപോലെ തന്നെയാണ് ആ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് നഗരസഭ പഞ്ചായത്തുകളുടെ പ്രവർത്തനം. അപ്പോൾ അവർക്ക് കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് LDFന് ഗുണകരമാകും തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പയ്യന്നൂറുകാർക്ക് യാതൊരു മുഖവരയുടെയും ആവശ്യമില്ലാത്ത എസ് ജ്യോതിയാണ് നമ്മുടെ കൂടെ ഇത്രയും നേരം സംസാരിച്ചത്. അപ്പോൾ എന്തായാലും ജ്യോതിയേച്ചി നമ്മളോട് ഇത്ര സംസാരിച്ചതിന് നന്ദി അറിയിക്കുകയാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. നന്ദി.